രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് വയനാട് ദുരന്തത്തിന് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതും സഹായങ്ങൾ നൽകാത്തതും. ഈ രാജ്യം കണ്ട മഹാദുരന്തങ്ങളിലൊന്നായിരുന്നു വയനാട് ദുരന്തം. 100 കണക്കിന് മനുഷ്യർ രാത്രിക്ക് രാത്രി ഇല്ലാതായ, അനേകം പേരെ തീരെ കാണാതായ, പലരും തുണ്ടുതുണ്ടങ്ങളായി അവശേഷിച്ച, വമ്പിച്ച സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായ ഒരു പ്രദേശത്തിൻ്റെയും ഒരു സംസ്ഥാനത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും തന്നെ കഥകളിൽ ഏറ്റവും ഭീകരമായ ഒരു സംഗതിയാണ് വയനാട് ദുരന്തം എന്ന് പറയുന്നത്. ആ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരുടെ ആശ്രിതർക്ക് അവരുടെ ജീവിതത്തെ വീണ്ടും കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകാനുള്ള ബാധ്യത കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ ദുരന്ത ഭൂമി സന്ദർശിക്കുവാൻ 10 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു ചേർന്നുവെങ്കിലും ഒരു കുഞ്ഞിനെ താലോലിച്ചൊരു പടം എടുത്ത് തിരിച്ചു പോയതിന് ശേഷം യാതൊന്നും തന്നെ ഈ ദുരന്തത്തിന് വേണ്ടി നൽകിയില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായൊരു കാര്യമാണ്. അദ്ദേഹം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുവാൻ തയ്യാറില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചത് കൊണ്ട് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ അദ്ദേഹം നൽകേണ്ടത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് തന്നെയാണ്. അവസാനം പറഞ്ഞത് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാനുള്ള അത്യാവശ്യ വട്ടച്ചെലവിനുള്ള പൈസയൊക്കെ കേരളത്തിൽ തന്നെ ഉണ്ട്, അതെടുത്ത് ചെയ്താൽ മതി, ഞാനൊന്നും തരില്ല എന്നാണ് പറഞ്ഞത്. ആ കാര്യത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭിന്നതയില്ലാതെ ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് പോരാടി ആ അവകാശപ്പെട്ട ദുരന്ത ഭൂമിയിലേക്കുള്ള സഹായം നേടിയെടുക്കുവാൻ നമുക്ക് പ്രവർത്തിക്കാം.